ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് ക്രീമി ഷ്രിംപ് പാസ്ത. ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ്. എൻ്റെ മക്കൾ എപ്പോഴും എന്നോട് ഉണ്ടാക്കി തരാൻ പറയുന്ന ഒരു വിഭവം കൂടിയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ക്രീമി ഷ്രിംപ് പാസ്ത ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഈ പാസ്തയ്ക്ക് വേണ്ട ഷ്രിംപ് ആദ്യം ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹോൾ ഷ്രിംപാണ്, ഹെഡ് ഓൺ ഷ്രിംപാണ്. ഇതല്ലാതെ നമുക്ക് ഹെഡ്ലെസ് ഡീവെയിൻഡ് ആയിട്ടുള്ള ഷ്രിംപ് കിട്ടും. അതാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്, നമ്മൾക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് ഷ്രിംപ് ക്ലീൻ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നമ്മുടെ ഷെല്ലെല്ലാം എടുത്ത് കളയണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ നടുക്കുള്ള വെയിൻ എടുത്ത് കളയണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ആ വെയിൻ അവിടെ ഇരുന്നാൽ നമുക്ക് വയറ്റിൽ അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് എപ്പോഴും നമ്മൾ എടുത്ത് കളയണം. അതിനുശേഷം നമുക്ക് കുറച്ച് പാഴ്സലി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. ഈ പാഴ്സലി ഫ്രഷ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ നമുക്ക് ബോട്ടിലും വാങ്ങിക്കാൻ കിട്ടും, ഡ്രൈ ആയിട്ടുള്ളത്. അത് ഉപയോഗിച്ചാലും മതി. പക്ഷെ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി ഫ്ലേവറൊക്കെ കിട്ടും, അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പാഴ്സലി റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗാർലിക്കാണ്. മിക്ക ഇറ്റാലിയൻ ഡിഷസിനും നമ്മൾ ഗാർലിക് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഒരു 3-4 അല്ലി ഗാർലിക് വേണം. ഈ വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ കുറച്ച് പോർട്ടബെല്ല മഷ്റൂം ഉപയോഗിക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ സ്ലൈസ് ചെയ്യണം. അപ്പോൾ ഈ മഷ്റൂം ഇല്ലെങ്കിൽ വെളുത്ത മഷ്റൂം ആണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് ഉപയോഗിക്കാം. മഷ്റൂം ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന പാസ്തയാണ്. അത് നമുക്ക് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ പാമജാൻ ചീസ് 1 കപ്പ്, ഷ്രിംപ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചത് 1 പൗണ്ട്, സോയ് സോസ്, പാഴ്സലി, ക്രഷ്ഡ് റെഡ് പെപ്പർ, വെളുത്തുള്ളി, പിന്നെ അൺസോൾട്ടഡ് ബട്ടർ, കുറച്ച് കുരുമുളക് പൊടി, സോൾട്ട് ആവശ്യത്തിന്, പിന്നെ ഹെവി വിപ്പിംഗ് ക്രീം അത് 1 കപ്പാണ്. നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ കൂടി വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാസ്ത ഉണ്ടാക്കാനായിട്ട് വേണ്ട വെള്ളം തിളപ്പിക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഓയിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്ത ഒട്ടിപ്പിടിക്കാതിരുന്നോളും. അപ്പോൾ ഷ്രിംപ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ക്രഷ് റെഡ് പെപ്പർ, പിന്നെ 1 ടീസ്പൂൺ സോയ സോസ്. ഞാൻ 2 പ്രാവശ്യം 1/2 ടീസ്പൂൺ ഉപയോഗിക്കുകയാണ്, അത് 1 ടീസ്പൂൺ. പിന്നെ കുറച്ച് ഹിമാലയൻ സോൾട്ട്. ഇതിന് കുറച്ച് ഉറ കൂടുതലാണ്, അപ്പം നമ്മൾ വളരെ കുറച്ചിട്ടാൽ മതി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഷ്രിംപ് ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇടുകയാണ്. ഒരു 1 ടീസ്പൂൺ ബട്ടർ ഇട്ടാൽ മതി. ബട്ടർ എല്ലായിടത്തും പാത്രത്തെ എല്ലായിടത്തും ആകത്തക്ക വിധം ഒന്ന് ചുറ്റിച്ചെടുക്കുക. അതിനകത്തേക്ക് നമുക്ക് ഷ്രിംപ് ഓരോന്നായിട്ട് എടുത്തു വെക്കാം. ഷ്രിംപ് നമ്മൾ കുറച്ച് പിങ്ക് കളറാകുമ്പോൾ അതൊന്ന് മറിച്ചിടണം. ഈ ഷ്രിംപിന് അധികം വേവൊന്നുമില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് അത് വേകും. അത് ഒത്തിരി നേരം വെന്താൽ അതിനൊരു റബ്ബറി ടെക്സ്ചറാകും. അതുകൊണ്ട് അധികം വേവാതെ നോക്കണം. അപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ, നമ്മുടെ വെള്ളം തിളച്ചു. അതിനകത്തേക്ക് നമ്മുടെ പാസ്ത ഇടുകയാണ്. പാസ്ത നമ്മൾ ഒടിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇത് തന്നെ നമുക്കങ്ങോട്ട് മുഴുവൻ ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇരുന്ന് പാസ്ത വേകട്ടെ. നമ്മുടെ പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് എത്ര സമയം വേണം എന്നുള്ളത് നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ ഓരോ പാസ്തയ്ക്ക് ഓരോ കുക്കിംഗ് ടൈം ആയിരിക്കും. പിന്നെ നമ്മളൊന്ന് എടുത്ത് നോക്കണം അത് വെന്തോ ഇല്ലെന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ ഷ്രിംപ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ ആ സെയിം പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഉപയോഗിക്കുകയാണ്. അതിനകത്തേക്ക് ഞാൻ നമ്മുടെ ഗാർലിക് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ ഗാർലിക് ഇടുമ്പോഴത്തേന് നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം. കാരണം ഇത് ഇൻഫ്യൂസ് ചെയ്യണം. ഈ ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇൻഫ്യൂസ് ചെയ്ത് വെക്കണം. അത് വളരെ കുറച്ച് തീ വെക്കുമ്പോഴാണ് അതങ്ങനെ വരുന്നത്. ഗാർലിക് ഓൾറെഡി ബ്രൗൺ ആയി. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ മഷ്റൂം ഇട്ടു. 1 പിഞ്ച് സോൾട്ട് കൂടെ ഇടുകയാണ്. 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ പെട്ടെന്ന് വേവും. സോ ഇത് കണ്ടോ, മഷ്റൂം എല്ലാം വളരെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാസ്ത വാട്ടർ 1 കപ്പ് എടുത്ത് വെക്കുകയാണ്. അത് നമ്മൾ പാസ്തയ്ക്ക് വേണ്ടി വരും. പിന്നെ ഞാൻ ഈ പാസ്ത ഇതിനകത്ത് തന്നെ ഡയറക്റ്റായിട്ട് പാത്രത്തിലേക്ക് ഇടുകയാണ്. കാരണം നമ്മൾ ഊറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഇടുമ്പോഴത്തേനും കുറച്ചുകൂടി ക്രീമി ആയിട്ട് കിട്ടും. അതിനാണ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മുടെ വെള്ളത്തിൽ നിന്ന് എടുത്തിടുന്നത്. അപ്പോൾ നമ്മുടെ ഹെവി ക്രീം 1 കപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുകയാണ്.
അതുകൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ ആ പാസ്ത വാട്ടർ നേരത്തെ എടുത്ത് വെച്ചിരുന്നല്ലോ, അതിൻ്റെ ഒരു കുറച്ച് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ക്രീമി ആവും. അതിനുശേഷം നമ്മുടെ പാമജാൻ ചീസ് കൂടി ഇടുന്നു. അതുകൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്രീമി ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പാസ്ത വാട്ടർ ഒഴിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എന്തോരം ക്രീമി ആകണം അതനുസരിച്ച് നമുക്ക് പാസ്ത വാട്ടറും അല്ലെങ്കിൽ കുറച്ചുകൂടി ഹെവി ക്രീമും ഒഴിച്ച് ഇത് കുറച്ചുകൂടി ക്രീമി ആക്കാം. ഞാൻ കുറച്ച് റെഡ് പെപ്പർ ഫ്ലേക്ക് കൂടി ഇടുകയാണ്. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ടാൽ മതി. ഒരു പിഞ്ച് കുരുമുളക് പൊടി കൂടി ഇടുകയാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാഴ്സ്ലി ഈ സമയത്ത് ചേർക്കാം. പാഴ്സ്ലി ഇട്ട് കഴിഞ്ഞ് വളരെയധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ലാസ്റ്റ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഷ്രിമ്പ് കൂടി ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. റെഡ് പെപ്പർ ഫ്ലേക്ക് കൂടി ഞാൻ ചേർക്കുകയാണ്, കുറച്ചുകൂടി ഒരു എരിവ് കിട്ടാൻ വേണ്ടി. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതൊരു സെർവിങ് ഡിഷിനകത്തേക്ക് മാറ്റാം. ഇത് കണ്ടോ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത നമുക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിന് വളരെ കുറച്ച് സമയമല്ലേ എടുത്തുള്ളൂ. നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഈ പാസ്ത ഒരു സൈഡ് കുക്ക് ചെയ്യുന്നു, നമ്മുടെ ഷ്രിമ്പ് പിന്നെ നമ്മുടെ മഷ്റൂം ഇതെല്ലാം മറ്റേ സൈഡിൽ നിന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാമജാൻ ചീസ് ഗ്രേറ്റ് ചെയ്തിടുകയാണ്. അതിൻ്റെ കൂടെ ഫ്രഷ് പാഴ്സ്ലി കൂടി അതിന് മുകളിലേക്ക് ഇട്ടു. ഇനി ഒരു ഞുള്ള് റെഡ് പെപ്പർ ഫ്ലേക്ക് കൂടി ഇട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. കണ്ടേ, ഇത് റെഡി ആയി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലോ അല്ലേ കാണാൻ? എല്ലാവരും കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ക്രീമി ഷ്രിംപ് പാസ്ത ഉണ്ടാക്കിയതെന്ന്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? ഇത്രയും കാര്യമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സന്തോഷമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ഡിഷ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ തീർച്ചയായും ഞാൻ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.